ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഒരു പുതിയ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, പുതിയൊരു എന്താ പറയുക, ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പ്രിസൺ എസ്കേപ്പ് സിമുലേറ്റർ എന്നാണ്. സോ ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കതുകൊണ്ടേ ആദ്യം തൊട്ട് ന്യൂ ഗെയിം അടിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ക്യാമറ ഇങ്ങോട്ടെ. ഓക്കെ ഗൈസ്, അപ്പം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്യൂട്ടോറിയലാണ് കേട്ടോ. സോ ഇതാണ് നമുക്ക് സംഭവം ചെയ്യേണ്ടത്. സോ തൽക്കാലം നിങ്ങൾക്ക് റിയലി അപ്പം ഫസ്റ്റായിട്ടായിരിക്കും ഈ ഗെയിം പ്ലേ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ വായിച്ചാണ്. സോ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എസ്കേപ്പ് ആവണം ഗൈസ്. സോ പ്രിസൺ എസ്കേപ്പ്, അതാണ് നമ്മളുടെ ഇതിനകത്ത് സംഭവം. സോ ഇതിനകത്ത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഇത് അയക്കുന്നത്. സോ അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുന്നത് വെച്ചാൽ ദേർ ഈസ് ആൻ അബാൻഡൻഡ് സബ്വേ ടണൽ അണ്ടർനീത്ത് ദ പ്രിസൺ. അപ്പം ഈ പ്രിസന്റെ അടിയിലൊരു ടണലുണ്ട് ഗൈസ്. അപ്പം ആ ടണൽ ഓൾ യു ഹാവ് ടു ഡു യു എസ്കേപ്പ്. അപ്പം ഇത് നമ്മൾ ഇവിടുന്ന് കുഴിച്ചിട്ട് MB, അതാണ് നമ്മുടെ MB എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനുണ്ട് കേട്ടോ. സോ അപ്പം ഇത് കണ്ടോ, ഇത് നമ്മൾ പൊട്ടിക്കുക, അതിനുശേഷം നമ്മൾ കുഴിക്കുക, അത്രേ ഉള്ളൂ. നമ്മളതാ ഇവിടെ ആയിട്ട് കാണണ്ട, ആ ഒരു റൈറ്റ് സൈഡിലൊരു സൈഡിലായിട്ട് നിങ്ങൾ കണ്ടോ, അവിടെ നമ്മൾ ടോയ്ലറ്റ് പേപ്പറിൻ്റെ എണ്ണമുണ്ട്, ഡോളറിൻ്റെ എണ്ണമുണ്ട്, പിന്നെ നമ്മളെ സ്റ്റോറേജ് നടുക്കായിട്ട് മേളിലുണ്ട്. സോ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളുടെ ഒബ്ജക്റ്റീവ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, സോ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് കാണാം. ഓക്കെ, എടാ ഇതൊരു പ്രശ്നമുണ്ട് ഇതിടയ്ക്ക്. ഓക്കെ, ഇതൊന്ന് നമ്മൾ പൊട്ടിച്ചെടുക്കട്ടെ. ഓക്കെ, പൊട്ടിക്കട്ടെ. ഇനി നമുക്ക് സ്പൂണൊന്നുമില്ലേ, നമ്മൾ സ്പൂൺ വെച്ചാണ് ഇപ്പം ഡിഗ് ചെയ്യുന്നെങ്കിലും ഏകദേശം ഒരു ഇച്ചിരിയും കൂടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പുതിയ സാധനങ്ങൾ കിട്ടും. സോ നിങ്ങൾ ഇതിൻ്റെ ഗെയിം പ്ലേ കണ്ടവരായിരിക്കും മിക്കവാറും, കാരണം ഞാൻ പറയാം, നൂബ് മാസ്റ്ററിൻ്റെ ഗെയിം പ്ലേ കണ്ടവർ കാണുമല്ലോ എന്തായാലും. ആൻഡ് സോ നൂബ് മാസ്റ്റർ കളിച്ചിട്ടുണ്ട്, GT ഗെയിം പ്ലേ ഇട്ടായിരുന്നല്ലോ, അതേ GT ഒരു ഗെയിം പ്ലേ ഇട്ടുണ്ടായിരുന്നു. സോ അവരെല്ലാവരും ഇട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പുതിയൊരു ഗെയിമൊന്നും ആയിരിക്കത്തില്ലെന്ന് എനിക്കറിയാം, ബട്ട് നമ്മളെന്നാലും കളിക്കും ഗെയിംസ്. കാരണം എനിക്ക് ഇത് നല്ലൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നി. കാരണം ബട്ട് നമ്മളുടെ ഇതിനകത്ത് അത്രയും ഇതില്ല കേട്ടോ. അതായത് നമുക്ക് ലഞ്ച് ബ്രേക്കൊക്കെ അതൊക്കെ ചാൻസ് കുറവാണ് കാണാൻ. കാരണം അത്രയും കൂടിയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ മൊബൈൽ വെർഷനാണ് ഗെയിംസ്, നല്ല പാടായിരിക്കും. ഓക്കെ, നമ്മുടെ എനർജി ചെയ്യുന്നത് നിങ്ങൾ ആ താഴെ കണ്ടോ, താഴെ നിങ്ങളുടെ ആ ഒരു മഞ്ഞ കളറിൽ എനർജി ലെവൽ കിടക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ എനർജി. അപ്പോൾ ഈ എനർജി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ ഇങ്ങനെ റൗണ്ടിൽ ഡിഗ് ചെയ്യാണ്. സോ കണ്ടവർക്കറിയാൻ കഴിച്ചു ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് ഒക്കെ എന്തായിരിക്കും. പക്ഷെ ഞാനും കണ്ടായിരുന്നു, ഞാൻ ഫുള്ള് കണ്ടില്ല കേട്ടോ. പക്ഷെ സോ ലൈറ്ററൊക്കെ കിട്ടി, എന്താണ്ടൊക്കെ കിട്ടിയ ശേഷം വരും. നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം അങ്ങനെ കുഴിച്ചങ്ങ് മാറ്റാം. ഇല്ലെങ്കിൽ നമ്മൾ ആ കോർണറെല്ലാം നമ്മൾ ആദ്യമേ കുഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ കോർണർ ഫുൾ ഉൾപ്പെടെ നമുക്ക് കുഴിക്കണം കേട്ടോ. നിങ്ങൾ ഗെയിം പ്ലേ കണ്ടവർക്ക് അറിയാം നന്നായിട്ട്. സോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഗെയിം പ്ലേ കാണാത്ത നമ്മളുടെ ഗെയിം പ്ലേ ഉണ്ടല്ലോ, നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്. ഓക്കെ, നമുക്ക് വാച്ചാന്ന് തോന്നുന്നതിനകത്ത് കിടക്കുന്നില്ലടാ. ഓക്കെ, 2 വാച്ചുണ്ട്. നമുക്ക് ഇച്ചിരി വാച്ച് കൂടുതലുണ്ട്. വാച്ച് 2 കിട്ടി. ഒന്നുകൂടി കുഴിക്കാൻ പറ്റും, ഒറ്റ പ്രാവശ്യം കുഴിക്കാൻ പറ്റും. ദെൻ നമുക്ക് കളക്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ. ഓക്കെ, 5 കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്യണം. ഇത് ഹൈഡ് ചെയ്യണ്ട, ഐറ്റം ഇവിടെ വെച്ചിട്ട് നമുക്ക് ഐറ്റം ഇവിടെ വെക്കണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, കാരണം നമുക്ക് ടൈം ഇല്ലാതെ വരുമ്പോൾ ഇതിന് ടൈമൊക്കെ ഉണ്ട് കേട്ടോ. സോ അപ്പോൾ ഈ ടൈമൊക്കെ വരുമ്പോഴത്തേക്ക് പണി 8ന്റെ കിട്ടും. ടൈമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവസാനമായിരിക്കും ഇതൊക്കെ കൊണ്ട് വെക്കുന്നത്.
അപ്പം ഓക്കെ, നമ്മൾ ഗാർഡിനെ വിളിക്കണം. ഗാർഡ് ഇത് നമുക്ക് സെല്ല് ചെയ്യും. രാവിലെ 9 മണി, ഡേ 1 ആണ് കേട്ടോ. 29 ഓടാം മോനെ. 29 ഡിഗ്രി 30 നമുക്ക് എടുക്കാമായിരുന്നു, പക്ഷെ നമുക്ക് ഇപ്പം നെഗറ്റീവ് ചെയ്യാൻ പറ്റില്ല. സോ ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ 30 സെക്കൻഡ് തിരിച്ചു വരും. നമുക്ക് ഇവിടെ വെക്കാടാ. ഇവിടെ ആകുമ്പം നിങ്ങൾക്ക് എല്ലാ സംഭവം കാണാൻ പറ്റുമല്ലോ. ഓക്കെ. യോ ഇല്ല, നമുക്ക് ടൈമുണ്ട്. വേണ്ടേ ഇങ്ങനെ എടുത്ത് തരും. ഇപ്പം ഫുഡ് ചെയ്യും കേട്ടോ. 3. ഓക്കെ, നമുക്ക് 26 ഉണ്ട് പിന്നെയും. സോ 10 സെക്കൻഡിനുള്ളിൽ ഗാഡി വരും. പക്ഷെ നമുക്ക് ഇച്ചിരി നേരത്തെ കയറി ഇരിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പണിയാണ്. ഓക്കെ, സോ ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഓക്കെ അടച്ചിട്ട് പോടാം. ഓക്കെ, ഇനി നമ്മൾ പിന്നെയും കുഴിക്കണം. അതാണ് നമ്മളുടെ ഇവിടെ കുഴിക്കൽ മാത്രമേ പണിയുള്ളൂ കേട്ടോ. ആൻഡ് എനിക്ക് ഇന്നത്തെ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ഞാൻ ഇതുവരെ ലഞ്ച് ബ്രേക്ക് കണ്ടില്ല. ബട്ട് ഗെയിം പ്ലേക്കകത്തൊക്കെ ഞാൻ ഇട്ടേക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ സ്പൂൺ എടുത്ത് മാറ്റണം കേട്ടോ. ഈ സ്പൂൺ വെച്ച് മാത്രം കുഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ലേ. നമുക്ക് സ്പൂൺ മാറ്റി ക്യാൻറ്റീനോ അങ്ങനൊക്കെ സാധനം ഉണ്ടോ? അതൊക്കെ എന്ത് സാധനം? നമുക്ക് ഈ അടിവാരം മൊത്തം ഇങ്ങനെ കറക്റ്റ് ബോർഡറിൽ കുഴിക്കണം കേട്ടോ. ടൈം നോക്കണോടാ. ടൈം അതൊക്കെയാണ് സീന്. ടൈം നോക്കണം, എല്ലാം സെറ്റാക്കി പോകണം. ഓക്കെ, പതുക്കെ മതിയോടാ. സിമ്പിളായത്. നമുക്ക് കുറച്ച് ഡേയ്സ് ഇച്ചിരി അധികം എടുക്കാത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇച്ചിരി സമയം അധികം എടുക്കും. പക്ഷെ അത്രയും നമ്മളെ സീനായിട്ട് വരുന്നുള്ളൂ. സാധനങ്ങൾ മാക്സിമം എടുക്കണം. നമുക്ക് ഇവിടെ ഒന്നും വലുതായിട്ട് നമുക്ക് 40 സെക്കൻഡ് ആയിട്ട് നമുക്ക് എനർജി ലെവൽ ഒന്ന് കുറയട്ടെ. നമുക്ക് ഫുൾ എനർജി ലെവൽ ആവശ്യം ഇല്ലല്ലോ. പക്ഷെ നമുക്ക് ജസ്റ്റ് ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചില്ല ഞാനുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 20 സെക്കൻഡ് ആടാം. ഓക്കെ. ഇനി നമ്മൾ പെട്ടെന്ന് പണി ചെയ്യണം. 4 ഐറ്റംസേ കിട്ടിയിട്ടുള്ളൂ. അപ്പം അത് കുഴപ്പമില്ല. ഹൈഡ് ടൂള്. അയ്യോ ഓക്കെ ഇല്ലടാ, സമയമുണ്ട്. പതുക്കെ ചെയ്താൽ മതി. ഇനി ഇവിടെ കൊണ്ട് ഇത് വെക്കുക, അത്രേ ഉള്ളൂ. എന്നാ ഐറ്റം വന്ന് വേണ്ട. ഇനി നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്കൊരു 18 എണ്ണം താട്ടെ. ഓക്കെ, 18 എണ്ണം കിട്ടി നമുക്ക്. 44 ആളാ. നമുക്ക് പുതിയ ഷവൽ എടുക്കണം കേട്ടോ. പുതിയ ഷവലാണെന്ന് തോന്നുന്നു. അടുത്ത ഷവലായിരിക്കും. ഇത്രേ ഉള്ളൂ. 39. ഷവൽ, ടോയ് ഷവൽ. ഓക്കെ, ഇത് നമുക്ക് വേണം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമാണ്. കാരണം പക്ഷേ 9 എണ്ണം കൂടി ഇല്ല എൻ്റെ എടാ. പോ കണ്ണാടി നമ്മൾ നോക്കാം. ഡിഗിങ് പവർ 40, മാക്സ് എനർജി 50, കറണ്ട് എനർജി 50, എജിലിറ്റി 0 ആയിട്ടോ. ബാക്ക് ട്രാക്ക് കപ്പാസിറ്റി 5, പ്രിസൺ റെസ്പെക്ട്, ലോവർ പ്രൈസസ്. എടാ പ്രിസൺ റെസ്പെക്ട് ഉണ്ടെങ്കിൽ അയ്യോ നിങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായില്ല. കാരണം അല്ല, നിങ്ങൾക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായില്ല. കാരണം പക്ഷെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി കേട്ടോ. എൻ്റെ കയ്യിൽ ആ ഷവൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മളെ പിടിക്കും. സോ അത് സീനില്ല. നമുക്കിപ്പം ഡിഗ് ചെയ്യണം. നമുക്ക് ഇതെല്ലാം പൊട്ടിച്ചു നോക്കാം. എന്നിട്ട് പിന്നെ ഡിഗ് ചെയ്യാം. ഇല്ലെങ്കിലേ ഇതൊരു സീൻ കേട്ടോ. ഇത് കണ്ടോടാ. ഇത് പതുക്കെ മതി. കാരണം നമുക്ക് ഡിഗ് ചെയ്യാൻ സമയമുണ്ട്. പക്ഷെ
ഇത്രയായിരുന്നു ഡിഗ് ചെയ്യാനില്ല. ഒരൊറ്റ കുഴി നമ്മളുണ്ട്. ഇവിടെ വേറെ പണിയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതങ്ങ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ സാധനം ആദ്യം സെല്ല് ചെയ്യാം കേട്ടോ. ആ ഷവല് വേണം കയ്യിൽ നിന്ന്. നമ്മൾ ആദ്യം തൊട്ട് ആ ഷവല് കളിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ശരിയായിട്ടില്ല. 3 5 വേണം എനിക്ക്. അത് പറ്റത്തില്ല. 5 തട്ടെ. എടാ ഞാൻ എഗ്രി എടുത്ത് വെച്ചിട്ടാ കൊട്ടം. പോ ഞാൻ പോട്ടപ്പത്തേ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് സെറ്റ് ആവട്ടെ. 100% എനർജി വന്നു. എനിക്ക് ഗാർഡിനെ ഇപ്പോഴേ വിളിച്ചേക്ക്. എന്തിനാ ഗാർഡ് ആവശ്യമില്ലാത്ത പണിക്ക്? അടച്ചിട്ട് പോരാ. ഓക്കെ, നമുക്ക് ഇച്ചിരി പണിയുണ്ട് കേട്ടോ. ബെറ്റർ ഷവറടാ, അത് ഞാൻ എടുക്കണ്ടായിരുന്നു, പക്ഷെ എടുത്തത് തരുന്നു. പക്ഷെ ഞാൻ അവിടെ അത് നോക്കിക്കൊണ്ടിരുന്നടാ. അത് നമുക്ക് നോക്കാം, അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നോക്കാടാ. നമുക്ക് ടൈം കിട്ടുന്ന സമയം നോക്കാം. ഇപ്പം നമുക്ക് ടൈമില്ല. നമുക്ക് ഓർഡർ ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ കുഴിച്ചങ്ങ് പോകാം. അതായിരിക്കും നല്ലത്. കാരണം ഈ ഓർഡറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് സമയം കുറേ എടുക്കും. കുഴിയിലോട്ട് താഴ്ന്നു പോകുന്നത് കുഴപ്പമില്ലട്ടോ. നമുക്ക് കുഴി താഴ്ന്നാലും നമുക്ക് ഇതൊക്കെ ഉണ്ട്, റോപ്പൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റും. അല്ല സോറി, ഇങ്ങനെ ടൈമുണ്ട്. 1 മിനിറ്റും കൂടി ഇനിയുണ്ട്. സോ ഒരു 30 സെക്കൻഡ് ആകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് നിർത്തണം കേട്ടോ. ഓക്കെ ഇതാണ് നമ്മളുടെ റോപ്പ്. റോപ്പൊക്കെ ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഓക്കെ, ഈ സാധനം എടുത്ത് നോക്കട്ടെ. നമുക്ക് ഇപ്രാവശ്യം ഇഷ്ടം പോലെ സാധനമുണ്ട്. 3 ഐറ്റംസ് കൊണ്ടായി കിട്ടിപ്പോയി കേട്ടോ. നമുക്കൊരു ഫുഡ് വാങ്ങിക്കാനുള്ള പൈസ ഒരു 5 ടോയ്ലറ്റ് പേപ്പർ മതി. ഇതിനകത്ത് ടോയ്ലറ്റ് പേപ്പർ ആണ് കേട്ടോ, പൈസയല്ല. ഒരു വെറൈറ്റി കേട്ടോ. ഓക്കെ, ഗാഡി ഈസ് കമ്മിങ്. ഗാഡിനെ കോൾ ചെയ്തിരിക്കുന്നു. നമുക്ക് ഇന്നൊരു ഡേ തീർത്തിട്ട് നമുക്ക് അടുത്ത ഡേ വേറൊരു ദിവസം കയറാം, സെല്ല് ചെയ്യാം. 18 പോരാ എനിക്ക്. 20 കേട്ടെ. 19 20 27 എണ്ണോടാ. അപ്പം നമുക്ക് പിന്നെ ഇപ്പം 5 എണ്ണം പോകുമ്പോൾ 22 ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ കയറാൻ പറ്റും. പതുക്കെ എന്ന് വെച്ചാൽ പിന്നെ അടുത്തൊരു സെല്ലിൽ നമുക്ക് തിരിച്ചു കയറും. നമ്മളുടെ ഫയൽ ഇപ്രാവശ്യം ഒന്നുമില്ല കേട്ടോ. നമുക്ക് അടച്ചിട്ട് പോയി. ഓക്കെ, ഇനി നമുക്കൊരു 1 മിനിറ്റ് നമുക്ക് കുഴിക്കാം. 1.5 മിനിറ്റ് നമുക്ക് കുഴിക്കാൻ സമയമുണ്ട്. നമുക്ക് കുഴിച്ച് ഇത് മൊത്തം ഇന്ന് പുറത്തെടുക്കണം. എന്താണ് പോഡ്കാസ്റ്റ് എന്താണ് കിട്ടും നമുക്ക്? ലൈറ്ററൊക്കെ കിട്ടുമെന്നിന്. നമ്മൾ 0.5 മീറ്റർ നമ്മൾ കുഴിച്ച് താഴെ എത്തി. എനിക്ക് തോന്നി ഇതൊരു എത്ര മീറ്റർ കാണൂടാ? ഇത് 10-15 മീറ്റർ അല്ലേ? എത്ര മീറ്ററാണ് ഞാൻ മറന്നു കേട്ടോ. കാരണം ഗെയിം പ്ലേ ഇട്ടിട്ട് 3 ഗെയിം പ്ലേ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 ആഴ്ചയായി കാണും. 4 ആഴ്ച സെൻസോ ഒരു 2-3 ആഴ്ചയായി കാണും. ഇന്ന് 15 മീറ്റർ അങ്ങോട്ട് കുഴിക്കണ്ടേ നമ്മൾ? ഫസ്റ്റ് ഡേ ഒരു 5.5 എന്നൊക്കെ പറയുമ്പോൾ എത്ര ദിവസം എടുക്കണം? പക്ഷെ ഒരു കാര്യം ഉണ്ടോ, കാരണം നമ്മൾ ഈ സ്പൂൺ വെച്ച് മാത്രമല്ലല്ലോ കുഴിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് സാധനം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ലെവലപ്പ് ആവും. പക്ഷെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഒരു സാധനം സെല്ല് ചെയ്താൽ ശരിയാക്കത്തില്ല. ഒരു സാധനം കിട്ടിയിട്ടുള്ള എനിക്ക് തോന്നി നമുക്ക് അടിയിലോട്ട് പോകുമ്പോഴേ കിട്ടത്തുള്ളൂ. നമ്മുടെ എനർജി ലെവലൊന്ന് കൂട്ടണം കേട്ടോ. എനർജി ലെവൽ കൂട്ടണം. ബാക്ക് പാക്ക് കൂട്ടണം. കാരണം ബാക്ക് പാക്കിനകത്ത്
ഇനി ഒത്തിരി സാധനം വെക്കാനുള്ളതല്ലേ. ഇപ്പൊ 5 ചേർത്ത് നമ്മൾ ലാസ്റ്റ് ഒക്കെ ഇഷ്ടം പോലെ കാണാം. നമ്മള് ഒരെണ്ണേ ഉള്ളൂ, അത് നമ്മളിവിടെ വെച്ചു. ലൈറ്ററാണ്, ചിലപ്പോൾ ലൈറ്ററിന്റെ പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗാർഡിനെ വിളിച്ചിട്ടുണ്ട്. ഗാർഡ് എന്തായാലും ഒരു 5 തരുമെന്ന് എനിക്ക് തോന്നുന്നു. എത്രയാണോ? എത്ര? 5 ഞാൻ പറഞ്ഞില്ലേ, 5 പോട്ടെ. പിന്നെ നമുക്ക് ആ ഫുഡ് വാങ്ങിക്കാനുള്ള പൈസ കിട്ടി. ബ്രെഡാ? ഓക്കെ. രാത്രി ആയടാ, നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റാലും. രാത്രി ആയില്ലേ ഇതുവരെ? രാത്രി ആവാറാടാ. നമുക്ക് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ നോക്കാം. നമുക്ക് ഓക്കെ, ഇതാണ് നമ്മൾ ഡിംബർ 30 കേട്ടോ. അത് ഒരെണ്ണം കൂടി കിട്ടിയാൽ നമുക്ക് 40 ആവത്തുള്ളൂ. ഇതിന് മാക്സ് എനർജി 50, കറണ്ട് എനർജി 50, അജിലിറ്റി 0, ബാക്ക് പാക്ക് കപ്പാസിറ്റി 5, പ്രസന്റ് റെസ്പെക്ട്. അത് നമുക്ക് പ്രൈസ് ലോ ആയിട്ട് കിട്ടും. ഇപ്പോഴാണ് നമ്മൾ കേട്ടോ. ഓക്കെ, സോ എല്ലാവരും ഉറങ്ങാൻ പോകും. ഞാൻ ഉറങ്ങട്ടെ. ഉറങ്ങാനായില്ല സമയം. എടാ 22 തോന്നുന്ന സമയം. ടൈമാണ് 21 ആയതുള്ളൂ. എനിക്ക് 22-നാണ് നമ്മളുടെ. നമുക്ക് ഇവിടെ ഇറങ്ങാൻ കുളിക്കുക. പക്ഷെ രാത്രി ആയടാ. രാത്രി എന്ന് വെച്ചാൽ നല്ല രാത്രിയായി. ഇങ്ങനെ കുളിച്ച് പോകുമ്പോൾ വല്ലതും കിട്ടും. സോപ്പാ, സോപ്പ് ബാർ. നമ്മളിങ്ങനെ കുളിച്ച് പോട്ടെ. ഗോബ്ലെറ്റ് ഓടാ. ഇതെനിക്ക് തോന്നുന്നു ഇത് നമുക്കൊരു 20 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇത്ര ചുമ്മാ ഉള്ള എനർജി വേസ്റ്റ് ആക്കുവാണെങ്കിൽ വേസ്റ്റ് ആക്കുമല്ല, അതായത് നമ്മൾ 30 മിനിറ്റ് ആയി. നമുക്ക് ഇപ്രാവശ്യം മഡും അത് ക്ലിയർ ചെയ്യുക. അതാണ് നമ്മളെ. എന്താ ഇങ്ങനത്തെ സൗണ്ട്? എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല 22 സമയം. അതിന്റെ ആട്ടോ ഞാൻ പേടിച്ചു പോയി. നമുക്ക് ഇതെങ്കിലും വേണം. മറ്റേതിനകത്ത് രാത്രി അവൻ വരത്തില്ല. അവൻ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാനൊക്കെ പറയും. പക്ഷെ ഇന്നത്തെ അങ്ങനെയൊന്നുമില്ല. അയ്യോ, ടൂള് കൈയിരിക്കും. അത് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഇച്ചിരി കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി രാത്രി കുഴിച്ച 3 കിട്ടും. എന്തായാലും 30 എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ. 35 കിട്ടുന്നതാണ്. പക്ഷെ നല്ല രീതിക്ക് താഴോട്ട് കുഴിക്കണം നമ്മൾ. അവിടെ ഇതിന് ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഫുഡ് എടുത്ത് കഴിക്കാം. പകുതി എനർജി ആയിട്ടുണ്ടാ. മറ്റവന് എത്ര ഫുഡ് ഇടുന്നടാ? ഇതാ കുഴിച്ച് എന്ന് താഴെ എത്തില്ലടാ. അതാ ഒരെണ്ണം കൂടി കിട്ടും നമുക്ക്. ഡക്കാ, റബ്ബർ ഡക്ക്. സോറി. ഓക്കെ, നമുക്കിനി ചേരെടുത്ത് നമ്മളുടെ പോലീസിന്റെ തലമണ്ടൊക്കെ അടിക്കാൻ പറ്റും. നമുക്ക് എടാ എന്തോ മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നെന്തോ നമ്മളെ കൂട്ടുകാരൻ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, read. How is it going on? Have you started digging here? There is a warehouse in the prison where you will find plenty of useful stuff, but unfortunately it's locked. Key and get back to you. ഓക്കെ എടാ, അതിനകത്ത് നമ്മളെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഡിഗ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് ആദ്യം ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം
അതായത് ഇത് വെയർ ഹൗസ് ഉണ്ട്, അതായത് ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്. ആ വെയർ ഹൗസിന്റെ കീ എങ്ങനെയും ഞാൻ എത്തിച്ചു തരാന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് 20 എണ്ണം പോരല്ലോ. അല്ല സോറി 19, 20 എണ്ണം കൊടുക്കാം. 42 കേട്ടോ. നമുക്ക് മറ്റേ ശവല് വാങ്ങിക്കാൻ പറ്റും, നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് കെയർഫുള്ളി നമ്മൾ കളിക്കണം കേട്ടോ. ഇത് ഇച്ചിരി പാടാണ്. 3 മതിയാടാ. പ്രിസൺ റെസ്പെക്ട് ഉണ്ടോ നമുക്കിപ്പം? എനിക്കിപ്പം വേണം ഇവിടെ. ഇന്നോർ 40 ആവും. നമ്മൾ ഇനി 9 ആണ്. നമ്മൾ നേരത്തെ കളിച്ച അതേ കളി. ഇത് നമ്മൾ നേരെ ഉണ്ട് ഹൈഡ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. പ്രിസൺ റെസ്പെക്ട് ഉണ്ടോ നോക്കാം. ഇല്ല, പ്രിസൺ റെസ്പെക്ട് ആയില്ല കേട്ടോ. പക്ഷെ 3 രൂപയ്ക്ക് നമുക്ക് തന്നു, അതാണ് ഞാൻ ആലോചിച്ചത്. സോ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തെ ഇവിടെ വീഡിയോ നമ്മൾ മിക്കവാറും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരിക്കും. സോ ഗൈസ്, അപ്പം നമ്മളെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. നമ്മളെ ഷവലൊക്കെ ഇവിടെ വെച്ചേക്കും. സോ ഷവലൊക്കെ വെച്ചിട്ട് അപ്പം ടാറ്റ, ഗുഡ് ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിനെ കിടുക്കാച്ചി വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും പെട്ടെന്ന് തന്നെ ആയിരുന്നു. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡ് നമ്മളൊരു കിടുക്കൻ അടുത്തൊരു എപ്പിസോഡായിരിക്കും. അപ്പോഴത്തേക്കും ബൈ ബൈ.